അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് പറയാൻ പോണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത മൂന്നാളുകളെ പറ്റിയുള്ള നടന്നിട്ടുള്ളൊരു കഥയെ പറ്റിയാണ്. അത് അവർ മൂന്നാളുകൾ ഉണ്ടായിരുന്നു. മൂന്നാളുകൾ അള്ളാഹു പരീക്ഷിച്ച കഥയാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് 3 ആളുകൾ ജീവിച്ചിരുന്നു. 3 ആളുകൾ എന്ന് വെച്ചാൽ ഒരാൾ പാണ്ഡുരോഗിയായിരുന്നു, ഒരാൾ കഷണ്ടിത്തലയനായിരുന്നു, ഒരാൾ അന്ധനായിരുന്നു. അപ്പോൾ ഈ പാണ്ഡുരോഗിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമുക്കിങ്ങനെ അറിയാമല്ലോ, പാണ്ഡുരോഗിയായിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പാണ്ടുള്ള ഒരാളെ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു നോട്ടമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇയാൾ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ കണ്ണ് കാണാത്ത ആളായാലും അങ്ങനെ തന്നെ. എനിക്ക് ആരും കാണുന്നില്ല, പക്ഷേ ഒരാളും കാണുന്നില്ല, ഒരു മനുഷ്യനും കാണുന്നില്ല, എന്തൊരു ജീവിതം എന്നുള്ള അയാൾക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റാൾ കാണിച്ചാൽ, അയ്യോ എൻ്റെ തലയിൽ മുടിയില്ലല്ലോ തീരെ, എല്ലാവർക്കും നല്ല മുടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പറഞ്ഞ് ഇയാളും സങ്കടത്തിലായിരുന്നു. അപ്പം അങ്ങനെ അള്ളാഹു വിചാരിച്ചു ഇവരെ 3 ആളെയും കൂടി ഒരു പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇവരുടെ അടുത്തേക്ക് വിട്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം തന്നെ വന്നത് ഈ പാണ്ഡുരോഗിയുടെ അടുത്തായിരുന്നു. പാണ്ഡുരോഗിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഉള്ള വിഷമം? പറഞ്ഞു, എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഈ പാണ്ഡുരോഗമൊക്കെ മാറി നല്ലൊരു തൊലിയും നല്ല ഭംഗിയുള്ളൊരു കളറും വേണം. ഈ പാണ്ഡുരോഗമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഭംഗിയുള്ള ഒരാളാവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു, ജാഗൊന്ന് തടവി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അയാൾ പൂർണ്ണമായി എല്ലാം മാറി. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ, നല്ല സമാധാനമായി അയാൾക്ക്. അങ്ങനെ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വേറെ ആഗ്രഹം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനായിട്ട്? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഒട്ടകങ്ങളെയാണ്, ഒട്ടകത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം രക്ഷപ്പെടും, എനിക്ക് ഒട്ടകം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും അള്ളാഹു അതിൽ ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന് കൊടുത്തു. രണ്ടാമത് കഷണ്ടിയുള്ള ആളെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് ഈ കഷണ്ടിയുള്ള ആളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷമം? അപ്പോൾ പറഞ്ഞു, എനിക്ക് എല്ലാവരുടെ തലയിലും മുടിയുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ മുടിയൊന്ന് ശരിയാവണം, അതാണ് എൻ്റെ ആഗ്രഹം. തീരെ തലയിൽ മുടിയില്ലാണ്ട് എല്ലാവരുടെ അടുത്ത് പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ തലയിലാകെ തടവിയപ്പോൾ എന്ത് ചെയ്ത്, ആ തലയിൽ നിറച്ച് മുടി വന്ന് നല്ല അൽഹംദുലില്ലാ നല്ല സുഖമായി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ നിങ്ങൾക്ക് ഉള്ളൊരു വഴി, ഏതാണ് വഴി? അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും വേറൊരു വഴിയില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിനക്ക് ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിഷ്ടം പശുക്കളെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു, കുറേ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് പശുവിനെ കൊടുത്തു. അങ്ങനെ അയാളും സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ മൂന്നാമത് പോയത് ഈ അന്ധൻ്റെ അടുത്തേക്കായിരുന്നു. അന്ധൻ്റെ അടുത്ത് പോയിട്ട് അപ്പം ചോദിച്ചു, എന്താണ് നിങ്ങൾക്കുള്ള വിഷമം? പറഞ്ഞു, എനിക്കുള്ളത് എനിക്ക് ആരും കാണാൻ പറ്റണില്ല, അപ്പോൾ എനിക്ക് ആരും സംസാരം മാത്രമേ കേൾക്കണുള്ളൂ, പിന്നെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലോ ഒരു അപകടം വന്നാലോ ഞാൻ അറിയുന്നില്ല, അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങോട്ട് ഈ മനുഷ്യനെ ആകെ മുഖത്തൊക്കെ തടവിയപ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ കാഴ്ച കിട്ടിയിട്ട് അപ്പം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ജീവിക്കാൻ എന്താണ് ഒരു മാർഗമുള്ളത്? അപ്പം പറഞ്ഞു, എനിക്ക് മാർഗമൊന്നുമില്ല, എനിക്കപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പം എന്താ വേണ്ടേ? അപ്പം പറഞ്ഞു, എനിക്ക് ആടുകളെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ആടുകളെയും കൊടുത്തു. 3 ആളും അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യത്തെ ആൾ പാണ്ഡുരോഗിയായ ആൾ ഒട്ടകങ്ങളൊക്കെ കൊടുത്ത് ഒട്ടകം നല്ലോണം പെറ്റ് പെരുകി നല്ലോണം അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും സഹായിച്ചത്. എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും നല്ല രീതിയിലായി. അങ്ങനെ ഈ ഒട്ടകം കൊണ്ട് അയാൾ നന്നായി പശുക്കൾ പ്രസവിച്ചിട്ട് വെച്ചാൽ ആ കഷണ്ടിയുള്ള ആൾ പശുക്കളെ കൊണ്ട് നല്ല വലിയ ഫാമൊക്കെ ആയി അയാളും അങ്ങനെ ജീവിച്ചു. ഈ അന്ധരാണെങ്കിലോ
ആടുകളും കൊടുത്തു. ആടുകളും നല്ലോണം പെറ്റുപെരുകി നല്ലോണം വലിയൊരു ആടിൻ്റെ ഫാമുമായി അയാളും നല്ല സുഖസുന്ദരമായി ജീവിക്കായിരുന്നു. അപ്പം അള്ളാഹു പറഞ്ഞു, ഇനി ഇവരൊന്ന് ശരിക്കൊന്ന് പരീക്ഷിക്കണം. അള്ളാഹു ഈ മലക്കിനെ ഒരു മനുഷ്യരൂപത്തിൽ ആദ്യത്തെ ആളടുത്തേക്ക് പോയപ്പോൾ അയാളുടെ പണ്ടത്തെ രൂപം തന്നെ കൊടുത്തു. ആദ്യം ഒരു ഫക്കീറായിട്ടും പിന്നെ പാണ്ട് രോഗിയായിട്ടാണ് അയാളുടെ അടുത്ത് ചെന്നത്. അയാളുടെ അടുത്ത് ചെന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഭയങ്കര ഒരു യാത്ര പോയിട്ട് വരണം, എൻ്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു, എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ ഇനി കുറേ സമയമെടുക്കും, എനിക്കതുകൊണ്ട് ഒരു ഒട്ടകത്തിന് തരുമോ നിങ്ങൾ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒട്ടകത്തിന് തന്നാൽ എനിക്ക് അതിൽ കയറി പോവാലോ എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ തീരെ പൈസ ഇല്ല, ആകെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ കുറേ ബാധ്യതകളുള്ള ആളാണ്, എൻ്റെ കയ്യിൽ ഇതിനൊക്കെ തന്നാൽ നിനക്ക് പിന്നെ എൻ്റെ കാര്യം കഷ്ടത്തിലാവും, അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല തരാമെന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു ഭയങ്കര ഫക്കീറല്ലേ ആയിരുന്നത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒട്ടകങ്ങളും സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഉപ്പുപ്പമാരും പണ്ട് കാലത്തേ ഉള്ള മുതലാണ്, എനിക്കൊന്നും ഇപ്പം ഉണ്ടായിട്ടുള്ള മുതലല്ല, ആദ്യമേ ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അയാൾ വാദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുതിരത്താണത്. അള്ളാഹു എന്ത് ചെയ്ത് അപ്പം തന്നെ ഇയാളെ പഴയ രൂപത്തിലാക്കി. പഴയതെങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ആക്കി. എന്നിട്ട് പിന്നെ ആ കഷണ്ടിത്തലേൻ്റെ അടുത്ത് പോയി. കഷണ്ടിത്തലേനോടും ഇതുപോലെ തന്നെ അവിടെ പോയപ്പോഴും ഒരു ഫക്കീറിനെ പോലെയും തലയിൽ മുടിയൊന്നും ഇല്ലാണ്ട് കഷണ്ടിത്തലയുള്ള ആളായിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വിഷമം പിടിച്ച ഒരാളാണ്, അപ്പോൾ എനിക്ക് തീരെ യാത്രയിലൊരു കുടുങ്ങി, ഞാനെനിക്ക് പൈസ ഇല്ല, അങ്ങനെ ഒത്തിരി പൈസ വേണം, അങ്ങനെയൊക്കെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ ഇയാളും പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാളോടും ചോദിച്ചു, താങ്കൾ ഇങ്ങനെ ഉള്ള ഒരാളല്ലേ ഇരുന്നത്, അപ്പോൾ പിന്നെ അള്ളാഹുടെ അനുഗ്രഹത്തോടുകൂടി കഷണ്ടിത്തലയൊക്കെ മാറി ശരിയായതാണ്, എന്നിട്ട് പിന്നെ ഈ സ്വത്തൊക്കെ അങ്ങനെ കിട്ടിയതല്ലേ. അപ്പോൾ ഇയാളും ബാധിച്ചു. ഇയാളും മറ്റാൾ പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇയാളും പണ്ടത്തെ പോലെ തന്നെ കഷണ്ടിത്തലേനായി, പശുക്കളും ഒന്നുമില്ലാണ്ടായി. അങ്ങനെ അള്ളാഹു ഇയാളെ മാറ്റി. അങ്ങനെ അടുത്ത പോയത് ഈ അന്ധൻ്റെ അടുത്തേക്കായിരുന്നു. അന്ധൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഫക്കീറായൊരു അന്ധനാണ്, അപ്പോൾ എനിക്ക് തീരെ നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്കിത്തിരി എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കണ്ണ് കാണാത്ത ആൾ പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ പണ്ടൊരു അന്ധനായിരുന്നു, അത് കാരണം എനിക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല, ഒരാളെ കാണാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അള്ളാഹു തന്നതാണ് ഈ കണ്ണിൻ്റെ കാഴ്ചകളും ഒക്കെ ശരിയാക്കി തന്നു. പിന്നെ എനിക്ക് കാണാൻ സ്വത്ത് മുഴുവൻ, എൻ്റെ ഈ താഴ്വാരത്തിലുള്ള ആടുകൾ മുഴുവൻ തന്നത് പടച്ച റബ്ബാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ നല്ലതെന്നല്ല അള്ളാഹു തന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആടിനെ നിങ്ങൾ താഴ്വാരത്തുനിന്ന് കൊണ്ടുപോയിക്കോളൂ, എനിക്കിതിനൊന്നും ഒരു വിഷമമില്ല. അപ്പോൾ ഈ മലക്ക് പറഞ്ഞു, നിങ്ങൾ എന്തുട്ടായാലും അള്ളാഹുവിൻ്റെ പ്രീതി നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു, അള്ളാഹു എന്തായാലും നിങ്ങൾക്ക് അള്ളാഹു എല്ലാം ഹൈറായി തന്നതാണ്, അപ്പോൾ അതുപോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെത്തുനിന്ന് പറഞ്ഞു. നിങ്ങളെ കൂട്ടുകാരന്മാരില്ലേ രണ്ടാൾ, ആ രണ്ടാളും അള്ളാഹുവിൻ്റെ കോപം പിടിച്ചു പറ്റിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ഇതൊരു പരീക്ഷണമായിരുന്നു, നിങ്ങൾ മൂന്നാളെയും പരീക്ഷിക്കാൻ അള്ളാഹു എന്നെ വിട്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മലക്കാണ് ശരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. അപ്പോൾ അള്ളാഹു പറയുന്നത് ഇതാണ്, അപ്പോൾ നമ്മളെ അടുത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ, ഒരാൾക്കാർ ഓരോന്നൊക്കെ ചോദിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടും ഓരോ വിഷമം പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയും ആട്ടി ഓടിക്കാൻ പാടില്ല. നമ്മൾ അവരെ വിഷമം എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ട് സഹായിക്കുക. പലരും ഇല്ലാത്തവരൊക്കെ, ചിലവർ ഉള്ളവരൊക്കെ ഇങ്ങനെ ഓരോ ഇതിൽ കള്ളക്കഥ പറഞ്ഞ് നടക്കുന്നുണ്ട്. എങ്കിലും കൂടി നമ്മളെ വീട്ടിൽ വരുന്നവരെ ആട്ടി ഓടിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിതെല്ലാം ഒരു പാടാണ്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.